പൈസ കിട്ടുമ്പോ ഞാൻ മാറ്റി സാധനങ്ങൾ പൈസ തിരിച്ചും തന്നാൽ നീ പൈസ ഉണ്ടാക്കി എന്തായാലും വാങ്ങിക്കാൻ പോണില്ല. എല്ലാവർക്കും എൻ്റെ ഈ ഒരു ചാനലിലോട്ട് സ്വാഗതം. അതുകൂടാതെ തന്നെ എൻ്റെ ഒരു ഡേ ഇൻ ലൈഫിലോട്ടും സ്വാഗതം കേട്ടോ. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഇന്ന് എനിക്ക് ലീവാണ് കേട്ടോ, ലീവ് ഡേ ആണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫ് ഒന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും അന്നത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നതെന്നുമാണ് നിങ്ങളിൽ എത്തിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടല്ല, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരോടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിലും എന്നെ ഇഷ്ടപ്പെടണമെങ്കിലും എൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയാം. ഇന്ന് മോനോടൊരു സ്കൂളിൽ പോകണം, അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു, ഞാനും അമ്മയും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നു. അമ്മ രാവിലെ മീനിന്റെ പിറകെ ഓടിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് വെച്ച് എനിക്കായിരുന്നു ഈ ഒരു കുഴപ്പം, മീനിന്റെ പിറകെ ഉള്ള ഓട്ടോ. ഇപ്പൊ അമ്മയ്ക്കായിരുന്നാണ് തോന്നി. ഇവിടെ ചോറ് ഊറ്റിപ്പൊരിക്കാനും കൂടെ വെച്ചു, കൂട്ടത്തിൽ തന്നെ ഒരടുപ്പ് കിടക്കുകയില്ലേ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ചായ സ്ഥിരമുള്ള പരിപാടി, എൻ്റെ ചായ എനിക്ക് ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പതുക്കെ എൻ്റെ ജോലികൾ അങ്ങ് സ്റ്റാർട്ട് ചെയ്തോളും കേട്ടോ. അങ്ങനെ ചായ ഇടാനും കൂടി അടുപ്പത്ത് വെച്ചു. വലിയ പാത്രങ്ങളൊന്നും കഴുകാനൊന്നും ഇല്ലായിരുന്നു, തലേദിവസം എല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഡേ ഇൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു നെട്ടോട്ടത്തിലാണ് കേട്ടോ. രാവിലെ മോനോട്ടനെ സ്കൂളിൽ വിടുന്നത് വരെ ഒരു പിടച്ചടിപ്പാണ്. 7:30 മണിയാകുമ്പോഴത്തേക്കും മോനോട്ടനെ വിളിച്ചുണർത്താൻ പോകണം. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളൊരു ലിസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരു വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു ആ ഒരു ദിവസത്തെ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഡേ ഇൻ ലൈഫ് ചെയ്യാവോ എന്ന്. അപ്പൊ ഈ ജോലി ഇല്ലാതിരിക്കുന്ന ദിവസം, അതായത് ജോലിക്ക് പോവാതിരിക്കുന്ന ദിവസം ഡേ ഇൻ ലൈഫ് എടുത്തിട്ടേ കാര്യമുള്ളൂ. എങ്കിലേ കുറച്ചും കൂടി നിങ്ങളിലോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാനും പിന്നെ അന്നത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് കാര്യങ്ങൾ അധികം എനിക്ക് ചെയ്ത് തീർക്കാറുണ്ട്. കാരണം കഴിഞ്ഞ മാസമൊക്കെ ഞാൻ ലീവ് എടുത്തെങ്കിലും വർക്കിന് വേണ്ടിയിട്ടൊക്കെയാണ് ലീവ് എടുത്തത്. എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ ലീവ് എടുത്തിട്ടില്ല. അപ്പൊ അത് ഈ മാസമാണ് എടുക്കുന്നത് കേട്ടോ. കുറേ പെൻഡിങ് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഇന്ന് എനിക്ക് ചെയ്ത് തീർക്കുകയും വേണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ, എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാം. അമ്മ രാവിലെ മീനിന്റെ പിറകെ പോയി മീനിനെ മേടിച്ചോണ്ട് വന്നു. പിന്നെ മോനോട്ടൻ ഒരു 7-7:30 മണിയായപ്പോഴത്തേക്കൊക്കെ ഒന്ന് അലാറം വെച്ച് എണീക്കാനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അലാറം എന്ന് ഉദ്ദേശിച്ചത് ഞാൻ നിലവിളിയാണ് കേട്ടോ. ആൾക്ക് എണീക്കുമ്പോഴേ നിലവിളിയാണ് പതിവ്. ഒരു നീട്ടി നിലവിളിയുണ്ട് അമ്മാന്നും പറഞ്ഞുകൊണ്ട്. ആ ഒരു നിലവിളി കേൾക്കുമ്പോഴത്തേക്കും ഞാൻ ഏത് രാജ്യത്താണെങ്കിലും പറന്നെത്തും. അങ്ങനെ മോനോട്ടനെ 1-2 പറഞ്ഞൊക്കെ എണീപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ നടത്തുന്നുണ്ടായിരുന്നു. സോപ്പിട്ട് എടുത്താലേ രക്ഷയുള്ളൂ. അങ്ങനെ എണീപ്പിച്ച് നിർത്തി. ഇനിയിപ്പം 8:30 മണിക്കാണ് സ്കൂൾ ബസ് വരുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കണം, കാരണം മുകളിലാണ് ബസ് വരുന്നത്. അങ്ങനെ മോനോട്ടനെ ഇനി ഒരുക്കണം. പിന്നെ അടുക്കളയിലുള്ള കാര്യങ്ങൾ അമ്മ ഇനി നോക്കിക്കോളും. രാവിലെ എണീറ്റ് ഒന്ന് അരിഞ്ഞു പറക്കി തേങ്ങയൊക്കെ തിരുവി കൊടുത്ത് കുറച്ച് പണികളൊന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ പിന്നെ മോനോട്ടനെ ഒരുക്കാൻ വേണ്ടിയിട്ട് 7:30 മണിയാകുമ്പോഴത്തേക്കും ഞാൻ അടുക്കളയിൽ നിന്ന് മാറും. അങ്ങനെ നമ്മൾ കിടന്ന ബെഡൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ട് ബാക്കിയുള്ള ജോലികളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അമ്മ കണ്ടാൽ ചീത്ത കിട്ടും, അഥവാ ബെഡ് ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെയൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ കിടന്നു കഴിഞ്ഞാൽ ഷീറ്റ് എപ്പോഴും നമ്മൾ എണീക്കുമ്പോഴത്തേക്കും മടക്കി ഇടണമെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ ചില സമയങ്ങളിൽ തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാതെ ആയി പോകാറുണ്ട്. അങ്ങനെ അമ്മ കണ്ടെങ്കിൽ പിന്നെ നല്ല ചീത്ത കേട്ടും. അങ്ങനെ അതൊക്കെ മടക്കി വെച്ചിട്ട് മോനോട്ടൻ്റെ പിറകെ പോകാമെന്ന് വിചാരിച്ച്. ഇനി മോനോട്ടനെ പല്ലേപ്പിക്കണം, കുളിപ്പിക്കാൻ തല കുളിപ്പിക്കത്തില്ല. അത് തല കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ പോയി വിയർക്ക് എങ്ങാനും ചെയ്ത് കഴിഞ്ഞാൽ അതായത് തല കുളിപ്പിക്കത്തില്ല, പിറം കഴുകും. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണം, 10 മണിക്ക് ടീച്ചേഴ്സ് എടുത്ത് കൊടുക്കും. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് ശകലം കഴിപ്പിച്ചിട്ടാണ് വിടാറ്. അതിപ്പോൾ ഒരുപാടൊന്നും കഴിക്കത്തില്ല, ചെറുതായിട്ടോ ഏതെങ്കിലും ഒന്നുണ്ട്, ഇഡലിയോ ദോശയുടെയൊക്കെ പകുതി കഴിക്കും. പിന്നെ അതായി ക്യാറ്റ് ദോശ, മങ്കി ദോശ, എലിഫന്റ് ദോശ, ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെങ്ങാനും ഉണ്ടാക്കി പഞ്ചാര വാക്കൊക്കെ പറഞ്ഞ് കൊടുക്കും. രാവിലെ ഇത്തിരി ആൾ ദേഷ്യം പിടിച്ചത് പല്ല് തേക്കണയിലാണ്. പല്ല് തേക്കണ്ടെന്ന് പറച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ ഉമ്മിക്കിരി ഇട്ട് തേച്ച് കൊടുക്കുകയാണ്. ഇപ്പം നിർബന്ധം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് നിർബന്ധം കാണിക്കണമെങ്കിൽ ഞാൻ പതുക്കെ അമ്മേരെ അങ്ങ് കൊടുക്കും. അമ്മേരെ കയ്യിൽ ഒതുങ്ങത്തുള്ളൂ. അങ്ങനെ അമ്മേരെ കയ്യിൽ അങ്ങ് കൊടുക്കും. അമ്മേരുടെ അടുത്ത് വലിയ കരച്ചിലും ബഹളമൊന്നും ഇല്ലാതെ അങ്ങ് നിന്ന് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ ആശാന് വേണ്ടിയിട്ട്
ക്യാറ്റ് ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ വെച്ച് കഴിക്കാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട്. സത്യം പറയാലോ, ഈ 2-3 പിള്ളേരുള്ള ഇടത്തൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെ എന്തോന്ന്. കാരണം ഒരാളെ തന്നെ കഴിപ്പിക്കാൻ പെടുന്ന പാട് അത് അത്രയ്ക്കുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ആ ദോശയൊക്കെ കഴിപ്പിക്കാൻ ചമ്മന്തിയാണ് മോനോട്ടന് ഭയങ്കര ഇഷ്ടം. സാമ്പാർ അത്ര ഇഷ്ടമൊന്നുമല്ല. അങ്ങനെ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. എനിക്കും അമ്മയ്ക്കും രാവിലെ ആഹാരമൊന്നും വേണ്ടാന്ന് ആയിരുന്നു പ്ലാന്. പക്ഷെ എന്തെങ്കിലും ഉണ്ടാക്കി അധികം വരിക, ഇപ്പൊ മോനോട്ടനും ഉണ്ടാക്കിയാലും അധികം എന്തെങ്കിലും വരും. ഒരു തവി മാവ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ആരെങ്കിലും ഡയറ്റിന്റെ പാർട്ടായിട്ടാണ് അരിയാഹാരം വേണ്ടാന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആരെങ്കിലും അത് കഴിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ മോനോട്ടന് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൂപ്പന്റെ റൂമിൽ, ഏട്ടന്റെ അച്ഛനാണ് കേട്ടോ, അപ്പൂപ്പന്റെ റൂമിൽ ഇരുന്ന് കളിച്ചൊക്കെ ഇത്തിരി ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പാടായിരുന്നു കേട്ടോ, കുറച്ചേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ അമ്മ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയാണ്. ഞാൻ മോനോട്ടനെ ആ സമയം കൊണ്ട് ഒരുക്കും. ഇന്നിപ്പം അപ്പൂപ്പനോട് കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പൂപ്പൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്. അപ്പൂപ്പൻ കൂടുതൽ സമയവും വസൂട്ടനോട് കളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ അപ്പൂപ്പൻ വഴക്ക് കുറയെ അടിക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് അപ്പൂപ്പന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ റെഡിയായി നമ്മളിതാ സ്കൂളിലോട്ട്, ഞാനല്ല മോനോട്ട് സ്കൂളിലോട്ട് പോവുകയാണ്. ബസ്സിൽ കയറ്റി വിട്ടാൽ മതി, മുകളിൽ ബസ് വരും. അപ്പം ഈ വർഷമാണ് ടിപ്പ് ടോപ്പിൽ നിൽക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം സോക്സ് ഒന്നും ഇല്ലായിരുന്നു, ഷൂ അങ്ങനെ നിർബന്ധമൊന്നും അല്ലായിരുന്നു, പ്ലേ ക്ലാസ് അല്ലായിരുന്നു. അപ്പൊ പിന്നെ ഇഷ്ടമുള്ള ഷൂവും ചെരുപ്പൊക്കെ ഇട്ടാൽ മതിയായിരുന്നു. ഇന്നിപ്പോൾ ഈ വർഷം നല്ല ടിപ്പ് ടോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. സോക്സ് ഒക്കെ ഇട്ടപ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവനങ്ങനെ സോക്സ് അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. പക്ഷെ ഷൂ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഷൂ ഒരു പ്രാന്താണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഷൂ. ഈ വർഷം മുതൽ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വസൂട്ടിന് ഒരു കൂട്ടും കൂടെ ഉണ്ട്, ശിവദ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ വർഷം മുതൽ UKG-യിലാണ് ആ മോള്. അപ്പോൾ ആ കുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ആ കുട്ടി ഉള്ളത് കൊണ്ട് ഭയങ്കര ഇഷ്ടത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ഇതാണ് കേട്ടോ ശിവദ. കഴിഞ്ഞ വർഷം കുഞ്ഞി എന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു. പക്ഷെ കുഞ്ഞിക്ക് ഇപ്പം എന്തൊക്കെയോ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ക്ലാസ്സിന് പോകുന്നുണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ കുഞ്ഞി ഇപ്പം നമ്മളോട് ഇല്ല. കുഞ്ഞ് കുറച്ചാളോടെ കഴിഞ്ഞേ വരുവോളായിരിക്കും. ഇപ്പൊ ശിവതയാണ് കേട്ടോ കൂട്ടിന്. അങ്ങനെ വഴിയെ പോണ ആൾക്കാരോടൊക്കെ എന്തൊക്കെയോ സംസാരവും കാര്യങ്ങളും ബഹളങ്ങളൊക്കെ ആയിരുന്നു. മോനോട്ടന്റെ ഓരോരോ കുസൃതികൾ എൻ്റെ ഇവിടെ നിൽക്കുമ്പോഴാണ് ഈ കുസൃതികളൊക്കെ കൂടുതൽ കേട്ടോ. എന്തൊക്കെയോ ആ അമ്മാമ്മയെ കണ്ടിട്ട് ഒളിച്ച് നിൽക്കുന്നത് കൊണ്ടാണ്. പിന്നെ ആരോ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോനോട്ടൻ കരങ്ങിയിട്ടുണ്ടായിരുന്നു. മോനോട്ടൻ ഇപ്പൊ അങ്ങനെ കരച്ചിലൊന്നും ഇല്ല. കഴിഞ്ഞ വർഷം പക്ഷെ കരച്ചിലുണ്ടായിരുന്നു. പക്ഷെ പഠിത്തം തുടങ്ങാറാവുമ്പം ഇപ്പം ഭയങ്കര നിർബന്ധിച്ചുള്ള പഠിത്തമൊന്നുമില്ല. പക്ഷെ പഠിത്തം തുടങ്ങാറാകുമ്പോൾ കരയുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അങ്ങനെ സ്കൂൾ ബസ് വന്നു. ഇവരെ കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ബസ് ഇതല്ലായിരുന്നു, ഇതിപ്പോ പുതിയ ബസ് എങ്ങാണ്ടാണ്. പക്ഷെ ഇത് മാറുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഇതായിരുന്നില്ല സ്കൂൾ ബസ്, അവരുടെ തന്നെ സ്കൂളിന്റെ തന്നെ പേരൊക്കെ വെച്ചിട്ടുള്ള സ്കൂൾ ബസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ മോനോട്ടനെ ബസ് കയറ്റിയൊക്കെ വിട്ടതിന് ശേഷം ഞാൻ നേരെ വീട്ടിലോട്ട് പോന്നു. അവിടെ പോയി റെഡി ആയിട്ട് വേണം എനിക്ക് ഇറങ്ങാൻ. ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ധന്യരെ വീട്ടിലോട്ട് പോകണം. എൻ്റെ ട്രൈപോഡ് അവിടെ ഇരിക്കുന്നു. പിന്നെ ഒരു ബ്ലൗസും സാരിയും കൂടെ കാണിക്കാൻ പോകണം. അങ്ങനെ ഞാൻ റെഡി ആയിട്ടൊക്കെ ഇറങ്ങി കേട്ടോ. പെട്ടെന്ന് തന്നെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. ഉച്ചയാകുമ്പോൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മോനോട്ടനെ വിളിക്കാൻ വരണമെന്നുണ്ട്. അതുകൊണ്ട് അത്രയും ഒരുപാട് ലേറ്റ് ആവാതെ വരണമെന്നാണ് വിചാരിക്കുന്നത്. ചോറൊന്നും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഏകദേശം എൻ്റെ സ്കൂട്ടി പറക്കും തളികയായി എന്ന് വേണം പറയാൻ. എല്ലാ സാധനങ്ങളും വെച്ചു. പിന്നെ എനിക്ക് വീഡിയോ മെയിൻ ആയതുകൊണ്ട് ഞാൻ റിംഗ് ലൈറ്റ് ഒക്കെ എടുത്ത് വെച്ചു കേട്ടോ. പക്ഷെ ഇപ്പം ആലോചിക്കണ റിംഗ് ലൈറ്റ് അന്ന് എടുത്തത് കൂടിയില്ല. പക്ഷെ അത് വേണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമന്ന് കേട്ടോ. ഇന്ന് നല്ല ലോങ് ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ധന്യരെ വീട്ടിലെത്തി. എനിക്കൊരു സാരിയും ബ്ലൗസും കൊടുക്കാണ്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പൊ അവളെ വീട്ടിൽ വന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. പിന്നെ നമ്മളിതിപ്പോൾ പ്ലാൻ മാറ്റി. കാരണം ടൈം ശരിയാവത്തില്ല. അവൾക്ക് ജോലിക്കും പോകണം, കടയിലും പോകണം. അതുകൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റുകയാണ് ചെയ്തത്. ഓ ജോലികളൊക്കെ തീർന്നാവി? ജോലികളൊക്കെ തീർന്നു. ഫുഡൊക്കെ എടുത്ത് പോവാൻ പോണോ? ശരി കുട്ടി പോയാ കണ്ണണ്ണന്? ഇല്ല നിർത്തൂലടി. ഇപ്പൊ ഉണ്ണിയാർച്ച കിടക്ക് ഇരിപ്പുണ്ട്, മുടിയൊക്കെ സൈഡിലോട്ട് വന്ന്. അങ്ങനെ ഞാൻ വന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ട്രൈപോഡ് ഇവിടെ കുറേ ദിവസം കൊണ്ടേ ഇരിപ്പായി പോയി കേട്ടോ. അപ്പൊ എനിക്ക് വീഡിയോസ് നേരെ ചെയ്യാൻ പറ്റാതായിപ്പോയി. വീഡിയോയ്ക്ക് മെയിൻ സ്റ്റാൻഡ് എനിക്ക് അതാണ് കേട്ടോ. അത് വെച്ചേക്കണത് തന്നെ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചിരിക്കും. പക്ഷെ എനിക്ക് അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് അതെടുത്തേ പറ്റുള്ളായിരുന്നു. ഞാൻ കുറേ ദിവസം കൊണ്ടേ വരണമെന്ന് വിചാരിക്കും. പക്ഷെ സമയത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം വരാൻ പറ്റത്തില്ലായിരുന്നു.
പിന്നെ ഞാൻ ഇറങ്ങാറായപ്പോഴാണ് അവൾ പറയുന്നത്, എടി അപ്പുറത്തായിട്ട്, അതായത് അവരെ പെരേടത്തിൽ തന്നെ അവർ നട്ട് വളർത്തിയേക്കുന്നത് തന്നെ ചെറിയൊരു പഴത്തോട്ടം കണക്ക് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ശരി നമുക്ക് പോവാം. അപ്പോൾ അവൾക്കാണ് ടൈം ഇത്തിരി കുറവ്, എനിക്ക് കുഴപ്പമില്ല, ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 5 മിനിറ്റത്തെ കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പോയി. നല്ല ജാമ്പക്കൊക്കെ ഉണ്ടായിരുന്നു, വരവും ഉണ്ടായിരുന്നു, നാടനും ഉണ്ടായിരുന്നു. പക്ഷെ നാടൻ ഇതെല്ലാം ഹൈറ്റ് കുറവാണ് കേട്ടോ. പക്ഷെ ഹൈറ്റ് ഉള്ളതെന്ന് പറയാൻ നമ്മൾ അല്ലാത്ത ജാമ്പക്കല്ലേ, അത് ഞാൻ പണ്ട് ഭയങ്കരമായിട്ട് തിരിക്കുകയായിരുന്നു. അത് നല്ല പുളിപ്പും ഒരു മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളതല്ലേ. ഇത് വലിയ ജാമ്പയ്ക്ക. വലിയ ജാമ്പയ്ക്ക് പച്ച നമ്മൾ തിന്നുകയാണെന്നുണ്ടെങ്കിൽ, പച്ചയ്ക്കുള്ളത് നമ്മൾ തിന്നുകയാണെന്നുണ്ടെങ്കിൽ, പഴുക്കാത്തത് തിന്നുകയാണെന്നുണ്ടെങ്കിൽ കറ ചവയ്ക്കും. പഴുത്ത തിന്നുകയാണെങ്കിൽ കറയൊന്നും ചവയ്ക്കത്തില്ല കേട്ടോ. പിന്നെ ആനപ്പുളിഞ്ചിക്കയൊക്കെ ഉണ്ടായിരുന്നു. ആനപ്പുളിഞ്ചിക്കയൊക്കെ ഭയങ്കര പുളിപ്പായിരിക്കുന്നുണ്ട്, ഞാൻ സൈഡിൽ കൂടെ പോലും പോകത്തില്ലായിരുന്നു. പക്ഷേ എനിക്ക് പുളിപ്പ് അത്ര താല്പര്യമില്ല. ആനപ്പുളിഞ്ചിക്ക പഴുത്ത തിന്നുകയാണെങ്കിൽ പുളിപ്പില്ല എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അങ്ങനെ ഞാൻ അത് കേടൊക്കെ ഉണ്ടായിരുന്നു, എറുമ്പുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചേ കഴിച്ചോളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് വീണ്ടും പറിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ പറിക്കാനൊന്നും നിന്നില്ല. പിന്നീട് ഒരു ദിവസം ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ഇതെല്ലാം കായ്ച്ച് മറിഞ്ഞതിന് ശേഷം ഞാൻ വരും കേട്ടോ. പിന്നെ ചെറിയ നാരങ്ങ ഉണ്ടായിരുന്നു, മുളക് നെല്ലിക്ക ഉണ്ടായിരുന്നു, അമ്പഴങ്ങ ഉണ്ടായിരുന്നു, സാദാ പുളിച്ചിക്ക ഉണ്ടായിരുന്നു, ശീമല്ലിക്ക ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ എനിക്കറിയാം. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പണ്ട് നല്ല രീതിയിലുണ്ടായിരുന്നു. വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവർ പിന്നെ മാറ്റിയതാണ്. ഇപ്പം വീണ്ടും അവർ നല്ല രീതിയിൽ ആക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ അമ്മയോട് പറയുന്നുണ്ടായിരുന്നു, ഇത് പൂങ്കാവനാകണം, അടുത്ത തവണ ഞാൻ വരും കേട്ടാ, വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് വരും, പൂങ്കാവനാകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇറങ്ങിയാണ്. രാവിലെ ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നും കഴിച്ചില്ല, ഒരു ഏത്തപ്പഴം അങ്ങനെ അങ്ങോട്ടേ കഴിച്ചുള്ളൂ, ഡയറ്റിങ്ങിൻ്റെ പാർട്ടായിട്ട്. പക്ഷേ ഇങ്ങനെ പട്ടിണി കിടന്ന് ഡയറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ രാവിലെ ഓട്സ് കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, രാവിലെ ഒരു ഏത്തപ്പഴം മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ വെറും വയറ്റിൽ ഇതൊക്കെയാണ് കഴിക്കുന്നത്. ഇനിച്ചിട്ട് വയറിന് പണി കിട്ടുമെന്ന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ അങ്ങ് ധൈര്യത്തോടെ അങ്ങ് കഴിച്ചു. പിന്നെ ശരിക്കും ഹാങ്ങിങ് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതൊരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ, അപ്പുറത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ മീൻ വളർത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുളം പോലെ ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് പച്ചക്കറിത്തോട്ടവും എന്താണ് പഴത്തോട്ടമൊക്കെ കണ്ടു കേട്ടോ. പക്ഷെ ഇവിടെ ഒരുപാട് ഉണ്ടായിരുന്നതാണ്, ഇപ്പം കുറഞ്ഞ് നിൽക്കുന്നതാണ്. അവിടെ കഴിച്ച് എറുമ്പം കണ്ട കടിക്കുകയും ചെയ്തതിന് തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. പാർലറിൽ പോകണം, അപ്പോൾ 10 മണിക്ക് കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാനും വിയർത്ത് കുളിക്കുന്നുണ്ട്, എന്താ ചൂട് ഇവിടെ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പട്ടിക്കുട്ടി മരിച്ചുപോയി, ചത്തുപോയി. പക്ഷേ ഇവരെ സ്നേഹം കാണുമ്പോഴത്തേക്കും അതിനെ ചത്തുപോയി എന്ന് പറയാൻ തോന്നത്തില്ല, മരിച്ചുപോയി എന്ന് പറയാൻ മാത്രമേ തോന്നുള്ളൂ. കാരണം അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. പ്രായമായി 8 വർഷമോ അങ്ങോട്ടൊക്കെ ആയി. പെഗ്ഗ അങ്ങനെ എന്താ പറയുമല്ലോ, എനിക്ക് പട്ടികളുടെ പേരും കാര്യങ്ങളൊന്നും എനിക്കധികം അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ഇടയ്ക്ക് മരിച്ചുപോയി. പാവം, നല്ല സ്നേഹമായിരുന്നു എല്ലാവരുമായിട്ടും. അപ്പോൾ ധന്യയ്ക്ക് ഭയങ്കര കരച്ചിലും ബഹളവും ഒക്കെ ആയിരുന്നു. ധന്യയ്ക്ക് പിന്നെ അങ്ങനെ വയ്യാണ്ടായി. അതുപോലെ തന്നെ മാമിയും അനിയൻ ചെറുക്കനും കിച്ചുവും കണ്ണണ്ണനും പിന്നെ ശ്രീകുട്ടിയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു മൂകതയിലായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായി, 3-4 ദിവസമായി. അപ്പോൾ അങ്ങനെ അടക്കിയ സ്ഥലമൊക്കെ കാണിച്ചു തന്നു. ഞാൻ അതൊന്നും വീഡിയോസായിട്ട് എടുത്തിട്ടില്ല. അങ്ങനെ ഇന്ന് 100 കൂട്ടം പരിപാടിയാണ്. ഇന്ന് ഈ പട്ടിക്കുട്ടി എന്തിരി, ഇവിടെ വേറെ പട്ടിക്കുട്ടികളും ഉണ്ട് കേട്ടോ, 1-2 കണ്ടൊക്കെ ഉണ്ട്, നാടൻ പട്ടികൾ. മറ്റേത് ഇനത്തിൽപ്പെട്ടതായിരുന്നു. അങ്ങനെ ഇന്ന് ഞാൻ അകത്ത് കയറാൻ ഭയങ്കര സൗണ്ട്, ലീവ് എടുത്തത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ അത്രയും ചെയ്ത് തീർക്കണം. ഇനിയിപ്പം ഇങ്ങനൊരു ലീവ് ചിലപ്പം വർക്കിനായിട്ടൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ലീവ് എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ലീവ് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ പാൻ കാർഡ് 1 വർഷം മുമ്പ് കളഞ്ഞു പോയതാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കണം. പല്ലിന് ചെറിയൊരു പ്രശ്നം തോന്നിക്കുന്നുണ്ട്, അത് കൊണ്ടുപോയി ആ ഡൗട്ട് ക്ലിയർ ചെയ്യണം. ചിലപ്പോൾ അങ്ങനെയൊന്നും കാണത്തില്ലായിരിക്കും, പോടുകളൊക്കെ എനിക്ക് തോന്നി, ചിലപ്പോൾ അങ്ങനെയൊന്നും കാണത്തില്ലായിരിക്കും. എന്തായാലും നോക്കണം. അപ്പം അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പം ഇറങ്ങിയാണ്. ടെറ്റപ്പ് ബൈ. ഇനി അടുത്ത ഇടത്തോട്ടോ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഫോട്ടോ എടുക്കേണ്ടി വരും, അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി. എൻ്റെ ട്രൈപോഡ് ഇവിടെ ഇരിക്കുകയായിരുന്നു, അപ്പോൾ അതെടുക്കാനാണ് മെയിനായിട്ടും വന്നത്. കുറേ ദിവസം കൊണ്ട് എൻ്റെ ട്രൈപോഡ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ട്രൈപോഡ് ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ ട്രൈപോഡ് ഇങ്ങനെ ട്രൈപോഡൊക്കെ എടുത്തു ഇറങ്ങി. അക്ഷയ പോണം. എവിടെ പല്ലിൽ കമ്പിയല്ല, പല്ല് ടൈറ്റ് ചെയ്യണം. അല്ല, പല്ല് കാണിക്കണം. എൻ്റെ ദൈവമേ, പണ്ട് പറഞ്ഞ് ആരും ഓർമ്മയിൽ പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ധന്യ വണ്ടി എടുക്കണില്ല. ധന്യ എടുത്ത് ഞാൻ പറഞ്ഞുവെങ്കിൽ ഞാനങ്ങ് കൊണ്ടാക്കി തരാമെന്ന്. അപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷൻ.
എനിക്ക് പറ്റൂടി എന്നൊക്കെ. ഈ ഇടയ്ക്ക് ഞാൻ അവളെ ലോഡ് കയറ്റി. എന്നിരുന്നാലും ഞാൻ ലോഡ് അങ്ങനെ കയറ്റാറില്ല എന്ന് ചിലർ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാമല്ലോ. എന്നിരുന്നാലും ഞാൻ ഇന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു തവണ ഞാൻ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഈ റോഡ് അത്ര പന്തിയല്ല. നമുക്ക് നോക്കാം. സത്യം പറയാലോ, നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചാണ് ഞാൻ വണ്ടി ഓട്ടിച്ചത്. കാരണം ഞാൻ അങ്ങനെ ലോഡ് കയറ്റുന്ന ആളല്ല. പോരാത്തതിന് റോഡ് നല്ല അടിപൊളി സൂപ്പർ റോഡായതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ വെച്ച് അവളെ ലോഡും കയറ്റി. ഞാൻ വണ്ടി ഓട്ടിക്കണം ഭയങ്കര പേടിയായിരുന്നു. നമ്മൾ ചെറിയ ചെറിയ കുഴികളൊന്നും വിചാരിച്ചത് ഒന്നും ചെറിയ കുഴികളായിരുന്നില്ല, എല്ലാം നല്ല വലിയ കുഴികളായിരുന്നു. വെള്ളം കിടക്കണോണ്ടൊന്നും അറിയാൻ പറ്റാതെ ആയിപ്പോയതാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കുറേ വർഷം കൊണ്ട് ഈ റോഡ് അങ്ങനെ തന്നെ കിടക്കുകയാണ്. കാരേറ്റ് പുളിമാത്ത് റോഡ് അങ്ങനെ കണ്ടാണ് കേട്ടോ പറയുന്നത്. പക്ഷെ എന്താണെന്ന് ഇങ്ങനെ കിടക്കുന്നത്, ഇതുവരെയായിട്ട് അത് ശരിയാക്കിയിട്ടില്ല. പക്ഷേ ഭയങ്കര മോശം ആ റോഡ്, ഭയങ്കര മോശം. രാത്രിയൊക്കെ വന്നവരുണ്ടെങ്കിൽ എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി. പിന്നെ പരിചയമില്ലാത്ത ആൾക്കാരൊക്കെയാണ്, ഈ വഴി പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ പോയി കേട്ടാ. പിന്നെ പണ്ട് ഞാൻ ലോഡ് കയറ്റുമായിരുന്നു, 1-2 തവണയൊക്കെ ഞാൻ കയറ്റുമായിരുന്നു. കാരണം 2ാമത്തെ തവണ കണ്ട് കയറ്റിയപ്പോഴാണ് അമ്മയും ഞാനും കുഞ്ഞും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി. അതിനുശേഷം ഞാൻ പിന്നെ അങ്ങനെ വണ്ടിയിൽ ലോഡ് കയറ്റത്തില്ല. പിന്നെ നല്ലപോലെ ഈർക്കിലിരിക്കുന്ന പെൺകുട്ടികളെയൊക്കെ ഞാൻ ലോഡ് കയറ്റും കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ അത് വലിയ അഭിമാനപരമായിട്ട് പറയുന്നതല്ല. ആ രീതികളൊക്കെ ഞാൻ മാറ്റി മാറ്റി കൊണ്ടുവരാൻ നോക്കിയാണ്. തന്നെ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഞാൻ ലോഡ് കയറ്റി തുടങ്ങി കേട്ടോ. പിന്നെ നേരെ വന്നത് അക്ഷയയിലോട്ടാണ്. ഞാൻ പറഞ്ഞതല്ലോ എൻ്റെ പാൻ കാർഡ് കളഞ്ഞു പോയി. അത് 1 വർഷം മുമ്പ് കളഞ്ഞു പോയതാണ്. ആ ദിവസം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ അന്ന് കളഞ്ഞു പോയി. അപ്പം അതിൻ്റെ കൂടുതലാണ് പാൻ കാർഡും പോയത്. അങ്ങനെ പാൻ കാർഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ അന്ന് അത് നടന്നില്ല. ഫോട്ടോയും ആധാറൊക്കെ വേണമായിരുന്നു. ഇതൊന്നും ഇല്ലാതെ കൈവീശിയാണ് ഞാൻ പോയത് കേട്ടോ. അങ്ങനെ അതെല്ലാം കൊണ്ടുവന്നിട്ട് പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാൻ നേരെ പോയത് പല്ല് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പല്ല് കാണിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിന് പ്രശ്നം ഉണ്ടായത് ചെറിയ രീതിയിൽ ബ്ലാക്ക് കണക്ക് എനിക്ക് തോന്നി. അപ്പൊ അത് പോടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ്. എനിക്ക് ഈ പല്ലില് പിന്നെ ചെറിയൊരു മുറിവ് പോലും, മോണയിൽ മുറിവ് പോലെ എനിക്ക് തോന്നി. ഈ വായിക്കകത്ത് മുറിവ് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. അങ്ങനെ സത്യം പറയാൻ പേടിച്ചിട്ടാണ് ഡോക്ടറിന്റെ അടുത്തോട്ട് പോയത്. അപ്പൊ ഡോക്ടർ പറഞ്ഞില്ല അങ്ങനെയൊന്നും ഇല്ല, കേട് അണപ്പല്ല് ചെറുതായിട്ട് സ്റ്റാർട്ടിങ് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മോണയ്ക്ക് നല്ല രീതിയിൽ പ്രോബ്ലംസ് ഉണ്ട്. അത് മോണയിൽ ഇടാൻ വേണ്ടിയിട്ട് മരുന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് ചെറിയ രീതിയിൽ അത് മോണയുടെ പ്രശ്നം തന്നെയാണ്, മുറിവ് പോലെ. അത് മോണയും പല്ലുമായിട്ട് നല്ല ഗ്യാപ്പ് അടയ്ക്കണം. അതാണ് ചെറിയൊരു കുഴി പോലെ നമുക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, മരുന്നിട്ടാൽ മതി, കുറഞ്ഞോളൂ എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞ് ഈ പല്ലിലുള്ള ചെറിയ കറുത്ത സാധനങ്ങൾ ഞാൻ ഇപ്പോൾ മാറ്റി ക്ലീൻ ചെയ്തിട്ട് വിടാം, 6 മാസം കൂടുമ്പോൾ വന്ന് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഇത് ഇനാമിൽ പോകുന്നൊക്കെ പറയുമല്ലോ. ഇല്ലല്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. 6 മാസം കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ഡോക്ടർ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഷൻ ക്ലീൻ ആയതുകൊണ്ട് എന്താണ് നമുക്ക് ഇനാമിലൊന്നും പോകത്തില്ല, ഹാൻഡ് ക്ലീനിങ് ആണെന്നുണ്ടെങ്കിൽ ഇനാമിൽ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലീനൊക്കെ ചെയ്തു. ഡോക്ടറിന്റെ ഹസ്ബൻഡും ഫാമിലിയാണ് കേട്ടോ നിന്നത്. ഇവർ രണ്ടുപേരും ഫീൽഡിൽ തന്നെ, ഇതേ ഫീൽഡിൽ തന്നെയാണ് നിൽക്കുന്നത്. കുട്ടികൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്. അങ്ങനെ ഡോക്ടർ ഓയിൽമെന്റ് ഒക്കെ തന്നു. ഇങ്ങനെ ഡോക്ടറോട് ടാറ്റ ബൈ ബൈ സി യു ഒക്കെ പറയുന്ന ശേഷം ഇറങ്ങി. പിന്നെ ഞാൻ നേരെ പോയത് ഒരു സ്റ്റുഡിയോയിലോട്ടാണ് എൻ്റെ പഴയ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, പാൻ കാർഡിന് കൊടുക്കാൻ ഫോട്ടോസ് വേണമായിരുന്നു. അപ്പോൾ പുതിയതൊരെണ്ണം എടുക്കണമെങ്കിൽ 10-300 രൂപയാവും. അങ്ങനെ ഞാൻ അവിടുന്ന് ഫോട്ടോസ് മുമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ പേര് പറയുമ്പോൾ അവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫോൾഡറിനകത്ത് എൻ്റെ ഫോട്ടോസ് പഴയത് കാണും, ഏട്ടൻ്റെ ഫോട്ടോസ് പഴയത് കാണും. അപ്പോൾ നമ്മൾ രണ്ടുപേരും ചേർന്നുള്ള ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട് കേട്ടോ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എടുത്ത ഫോട്ടോസ്. പിന്നെ ഒരു ഷാർജയൊക്കെ കുടിച്ച് മോണയ്ക്ക് ചെറിയൊരു തരിപ്പ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പോയി ഷാർജയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട് രമ്യ. ഇവളെ ഞാനും ഒരുമിച്ചാണ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചത്. കോസ്മെറ്റോളജി ആയിട്ടാണ് ഞാൻ പഠിച്ചത്, അല്ലാതെ പാർലറിൽ നിന്നായോ അങ്ങനെയൊന്നുമല്ല ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിച്ചത്. കോസ്മെറ്റോളജി ആയിട്ട് 1 year ആണ് പഠിച്ചത് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് രമ്യ ഞാൻ ഒരുമിച്ചാണ് പഠിച്ചിറങ്ങിയത്. നമ്മൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കട്ട ഫ്രണ്ട്സ് ആയിരുന്നു. ഭയങ്കര അങ്ങ് കമ്പനിയായിരുന്നു. പിന്നീട് ഗ്യാപ്പ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് അവൾക്ക് കുഞ്ഞായി, എനിക്ക് കുഞ്ഞായി. ഞാൻ പിന്നെ ബിസി ലൈഫ്, അവളും ബിസി ലൈഫ്. ഞാൻ അവളെ അങ്ങനെ ഡെയിലി വിളിക്കാറില്ല, അവള് തന്നെ അങ്ങനെ ഡെയിലി വിളിക്കാറില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് എടുക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് വീട്ടിൽ പോവുക, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എവിടെ പോയാലും, ഇപ്പം അവൾ എൻ്റെ വീട്ടിൽ വന്നാലും ഞാൻ അവളെ വീട്ടിൽ പോയാലും ഒരു 5 മിനിറ്റ് പോലും ഇരിക്കാൻ സമയം കിട്ടൂല. അപ്പോഴെന്തെടുക്കുന്നു, ഓടുന്നു, അതായിരുന്നു. കാരണം ഞാൻ വരും, എടി അതെടുത്ത് വെക്കണേ, ഓ ശരി എടി, അത് വാങ്ങിക്കും, പോവും. ഇത് തന്നെയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് നേരം അവളുടെ അടുത്ത് ഇരിക്കാം, കുഞ്ഞിനെയൊക്കെ കാണാം എന്ന് വിചാരിച്ച്. ഇത് രമ്യയുടെ കുഞ്ഞാണ് കേട്ടോ. ഇച്ചിരി ചട്ടമ്പിയാണ്, എന്നിരുന്നാലും നല്ല ക്യൂട്ടാണ്, നല്ല സ്നേഹമുള്ള കുഞ്ഞ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കാം, കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് പറഞ്ഞാണ് വന്നതെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മളൊന്നും സംസാരിച്ചില്ല. നമ്മൾ അവിടെ ഇരുന്ന സമയത്ത് തന്നെ പിന്നെ അവൾ എന്തൊരു ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി. അവൾ ഡയറ്റിലായിരുന്നു കേട്ടോ. അങ്ങനെ ചപ്പാത്തി വന്ന് പിന്നെ എന്തോ
ചീമയ്ക്ക അങ്ങനെ എന്തോ ഉണ്ടല്ലോ. അപ്പൊ അത് അവിച്ചതൊക്കെ തന്നു. കുറച്ചു നേരം ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിരിക്കണം എന്നൊക്കെ വിചാരിച്ചത്, പക്ഷെ നടന്നില്ല. എന്തൊക്കെയോ നമ്മളും അവിടെ ചെന്നിട്ട് നല്ല ബിസി ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് എനിക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം മോനോട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ച്. പിന്നെ അവള് നല്ല ഡയറ്റ് ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ഡയറ്റ് ആയിരുന്നു. ഞാനൊക്കെ അതിന്റെ ഇടയിൽ ഒന്നുമല്ല, ഞാൻ എല്ലാം കഴിക്കും എന്നിട്ട് ഡയറ്റ് എന്ന് പറയും ചെയ്യും കേട്ടോ. അപ്പൊ അവള് നല്ല കട്ട ഡയറ്റ്. അപ്പൊ ഉച്ചയും ചപ്പാത്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ ശരി, എനിക്ക് ചപ്പാത്തി മതി, ഞാനും ഡയറ്റ് ചെയ്യുന്നെന്ന് പറയും. അങ്ങനെ ചപ്പാത്തിയും മീൻകറിയും മീൻ പൊരിച്ചതും കൂടെ തന്നു കേട്ടോ. ചോറ് കഴിക്കാൻ നിർബന്ധിച്ചെങ്കിലും ഞാൻ പിടികൊടുത്തില്ല. പിന്നെ മോനൂട്ടൻ ഭയങ്കര സ്നേഹമായിരുന്നു, നല്ല സ്നേഹമുള്ള ഒരു കുഞ്ഞാവയായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ അടുത്തുനിന്ന് മീനും ചപ്പാത്തിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, അതിന് കുറുക്ക് കയ്യിൽ ഇരുന്നതുകൊണ്ട് അവൻ്റെ തന്ത്രമായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്നെ വെളിയിൽ ഇരുന്നപ്പോൾ പറഞ്ഞ് വെളിയിൽ ഇരിക്കേണ്ട അകത്ത് പോയി ഇരി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല സ്നേഹമുള്ള കുഞ്ഞായിരുന്നു. കുറേ നേരം എൻ്റെ മോനെ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്തു. നമ്മൾ പഠിക്കുന്ന സമയത്ത് രമ്യ ഇച്ചിരി മടിയൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ കണ്ട അന്തം വിട്ട് അവൾ എപ്പോഴും ആക്റ്റീവ് തന്നെയാണ്. മോന്റെ കൂടെ പിറകെ ഓട്ടമാണ് കേട്ടോ, ഒരു നേരം പോലും ഇരിക്കാൻ സമയമില്ലാതെ പിറകെ ഓട്ടമാണ്. പിന്നെ അവള് നല്ല വണ്ണം ഉണ്ടായിരുന്നു, പ്രസവിച്ച് എണീറ്റ് നല്ല വണ്ണം ഉണ്ടായിരുന്നു. പണ്ട് പഠിച്ചിരുന്ന സമയത്ത് നല്ല സ്കെൽറ്റ് ആയിരുന്നു, പക്ഷേ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോഴേ നല്ല പോലെ വണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഉണങ്ങി. അവളെ ഇടയ്ക്ക് വെച്ച് കണ്ടപ്പോൾ നല്ല വണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നല്ല രീതിയിൽ ഉണങ്ങി. നല്ല കട്ടക്ക് ഡയറ്റ് എടുത്തതാണ് ഇത്രയും ഉണങ്ങിയത് കേട്ടോ. എന്നിട്ട് അവൾ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ചേച്ചി നമുക്ക് മനക്കരുത്തുണ്ടെങ്കിൽ ഡയറ്റിങ് എടുക്കാൻ പറ്റത്തുള്ളൂ, നന്നായിട്ട് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, നല്ല മനക്കെട്ടി വേണം, ലഡുവും ജിലേബിയൊക്കെ ഫ്രണ്ടിൽ വന്ന് ഇരുന്നാലും കഴിക്കാം. എനിക്ക് പിന്നെ ആ ലഡു ജിലേബി അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, ഒന്നും അങ്ങനെ കഴിച്ചാലായി. ഈ പറയണ ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം കേട്ടോ. പിന്നെ മോൻ എൻ്റെ അടുത്ത് നല്ല രീതിയിൽ അറ്റാച്ച് ആയി. ഇപ്പോഴൊക്കെ ഞാൻ എൻ്റെ മോനൂട്ടനെ ഇവനെ എടുത്തപ്പോഴത്തേക്ക് എൻ്റെ വസൂട്ടനെ എടുത്ത ആ ഒരു ഫീലൊക്കെ ആയിരുന്നു, കുഞ്ഞിലെ എടുത്ത ആ ഒരു ഫീലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ വെയിറ്റിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ വെയിറ്റ് ചെയ്യാൻ നോക്കി 63 അടുപ്പിച്ചോളം ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ച് 61 ഇപ്പൊ വീണ്ടും 2 കിലോ കൂടി. എനിക്കറിയായിരുന്നു എനിക്ക് വെയിറ്റ് കൂടിയെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഡയറ്റ് നോക്കിയത്. പിന്നെ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് രമ്യാണ് എടുത്തത്. അപ്പൊ ഫോൺ പിടിച്ച രീതി ശരിയാകാത്തതുകൊണ്ട് എനിക്കത് ഇടാൻ പറ്റാതെ ആയിപ്പോയത് കേട്ടോ. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി. മോനോട്ട് ഒരു 3 മണിയാകുമ്പോൾ വരും. എനിക്കൊരു സ്കൂട്ടിയിൽ ഒരു അരമണിക്കൂർ യാത്രയുണ്ട്, അപ്പൊ ഇതിനിടയ്ക്ക് എനിക്ക് 1-2 ഇടങ്ങളിൽ കയറാം. അങ്ങനെ ഞാൻ ഇറങ്ങി. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴേക്കും ഭയങ്കര വില. ആപ്പിളൊക്കെ 270 എങ്ങാണ്ടായിരുന്നു. പിന്നെ ഒരു ആപ്പിളായിട്ട് ഞാൻ വാങ്ങിച്ചു കേട്ടോ, മോനോട്ടന് വേണ്ടിയിട്ട്. കഴിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ 1/2 കിലോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 100 സംതിങ്ങോളം വരും. അപ്പൊ അതൊക്കെ വേസ്റ്റ് ആയി പോകില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ആപ്പിളായിട്ടാണ് വാങ്ങിച്ചത്. കഴിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ആപ്പിൾ വാങ്ങിച്ചാൽ പോരെ. മോനോട് ഇപ്പൊ കുറെ നാളായി ആപ്പിൾ കഴിച്ചത്, അതുകൊണ്ട് കഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ല, എല്ലാം നമുക്ക് നോക്കാം. ഞാൻ കൊല്ലും. ഇത് എടുത്തിട്ട് നീ പൈസ കിട്ടുമ്പോ ഞാൻ മാറ്റിയ സാധനങ്ങൾ തിരിച്ചും തന്നാ മതി. നീ പൈസ ഉണ്ടാക്കി എന്തായാലും വാങ്ങിക്കാൻ പോണില്ല. ഞാൻ പറയില്ല, എനിക്ക് ആ ഉള്ള ചെരുപ്പ് മതിയല്ല. ഇതിപ്പോ എന്താ പറയുന്നത് മനസ്സിലായോ? അമ്മയ്ക്ക് ചെറുതായിട്ട് തയ്യലിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു പൈസ കിട്ടിയ സമയത്ത് അമ്മ എനിക്കൊരു ചെരുപ്പ് വാങ്ങിച്ചതാണ്. പക്ഷെ ഞാൻ എന്റെ പൈസക്ക് ഞാൻ ഒന്നും വാങ്ങിക്കാറില്ല. എനിക്ക് ഈ ചെരുപ്പായാലും ഡ്രസ്സായാലും ഞാൻ അതിനായിട്ട് നാശക്കോട്ട ആക്കിയിട്ടാണ് വേറൊരു ചെരുപ്പൊക്കെ എടുക്കുന്നത്. അപ്പോഴാണ് അമ്മ പറഞ്ഞത്, നീ ഒന്നും നിന്റെ പൈസക്ക് വാങ്ങിക്കൂലല്ലോ, അതുകൊണ്ടാണ് വാങ്ങിച്ചത്, നീ എപ്പോഴെങ്കിലും പൈസ കിട്ടുമ്പോൾ തിരിച്ചു തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഓരോ നമ്മളിപ്പോ ഒരു മാസത്തെ സാലറി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 100,000 കാര്യങ്ങളാണ്, 100,000 അടവും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ എന്റെ കാര്യം അങ്ങ് അടിയിലാക്കണതാണ് കേട്ടോ. അതുകൊണ്ടാണ് വാങ്ങിക്കാത്തത്. പിന്നെ മിക്കപ്പോഴും എനിക്ക് ചെരുപ്പ് അമ്മ ഈ പറയും പോലെ എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് മിക്കപ്പോഴും ചെരുപ്പ് എടുക്കുന്നത് അമ്മയായിരിക്കും. ഞാൻ ചെരുപ്പ് എനിക്ക് കല്യാണത്തിന് ശേഷം ഞാൻ 1-2 വട്ടം കൊണ്ടൊക്കെ എടുത്തിട്ടുള്ളൂ. മിക്കപ്പോഴും അമ്മയാണ് മേടിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇങ്ങനെ സാധനം വാങ്ങിക്കണമെങ്കിൽ ഞാൻ കിടന്ന് വഴക്കുണ്ടാക്കാറുണ്ട്, നല്ല രീതിയിൽ വഴക്ക് പറയും കേട്ടോ. എന്തിനു വാങ്ങിക്കുന്നത്, അതൊക്കെ പൈസ സൂക്ഷിച്ച് വെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിടന്ന് വഴക്കുണ്ടാക്കും. അതിനാണ് എനിക്ക് നേരെ തിരിച്ച് കിട്ടിയത് കേട്ടോ. പിന്നെ അമ്മയും കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഓരോന്നും ഇതാണ് എല്ലാവരും വാങ്ങിച്ചേട്ടെ. ഞാൻ ഒരു ആപ്പിൾ വാങ്ങിച്ച പോലെ അമ്മ ഒരു മാതളമാണ് വാങ്ങിച്ചത്, കാരണം അത്രയ്ക്ക് വിലയാണ്, എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് എപ്പോഴേ അറിയായിരുന്നു ഞാൻ ഇങ്ങനത്തെ വളകളൊക്കെ കണ്ടിട്ടുണ്ടാ. ഒരു കുഴപ്പമില്ല, നിന്റെ കൈ ആരും വെട്ടിക്കൊണ്ടൊന്നും പോവില്ല. മൂത്ത കാളുകളെ കണക്ക് കൊച്ചു കൊച്ചുങ്ങളെ വള. പിന്നെ ഇത് കുഴപ്പമില്ല, ഇത് പണ്ട് ഞാൻ ഉപയോഗിച്ചോണ്ടിരുന്ന വളമാണ്. എല്ലാവരും ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത്. വെയിൽ ഇറങ്ങി ഒരു ബ്രൂട്ടീഷ്. എനിക്കറിയായിരുന്നു ലിസ്റ്റ് എന്തോ പിറകെ ഉണ്ട്, അപ്പോഴപ്പോഴായിട്ട് ഓരോന്നും കാണിച്ചോണ്ടിരിക്കണ. നനച്ചേ വരട്ട് ഇനിയുണ്ട്. കമ്മലിന്റെ ശേഷം ഇനിയും കാണുമല്ലോ. ഉണ്ട് ഉണ്ട്. അത് എത്ര? 20 രൂപ, 35 രൂപ, 50 രൂപ. ഇതെത്ര? 20 രൂപ. ഇത് ചീപ്പ് റേറ്റ്, കുഴപ്പമില്ല.
ഇതിന്റെ വിധിയാണ് എന്റെ കൈ കിട്ടുന്നത്. കൊച്ചിനൊരു ഉടുപ്പ്, ടോപ്പ് വയ്ക്കുക, റണ്ണിങ് മെറ്റീരിയൽ, ലൈനിങ്, തലവെള്ള. ഇതാണ് ഞാനും നിങ്ങളായിട്ട് വമ്പിച്ച് അടി കിടക്കണമെന്നല്ല, എനിക്ക് എൻ്റെ പണ്ടുള്ള ചത്ത് കിടന്നാല് ചോറ് കണക്ക് ചരിഞ്ഞ് കിടക്കണം. ഞാൻ വഴക്ക് പറയുമെന്ന് കരുതിയിട്ട് 2 സെക്ഷനായിട്ടാണ് അമ്മ സാധനങ്ങൾ കാണിച്ചു തന്നത് കേട്ടോ. ആദ്യം ചെരുപ്പ് കാണിച്ചത് ഞാൻ കുളിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കും അമ്മ പിന്നീട് വളയും കമ്മലും ഒക്കെ കാണിച്ചു തന്നു. ഞാൻ കിടന്ന് അലയ്ക്കുമെന്ന് വിചാരിച്ചിട്ടാണ് അമ്മ അങ്ങനെ കാണിച്ചത് കേട്ടോ. സത്യമാണ്, ഞാൻ അങ്ങനെ ഒന്നും വാങ്ങിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ വാങ്ങിക്കുന്നതിനോട് ഞാൻ നല്ല രീതിയിൽ ഞാൻ വഴക്കും പറയും. പണ്ടൊക്കെ ഞാൻ അമ്മയെ നല്ല രീതിയിൽ വഴക്ക് പറയും. അമ്മ അത്രയ്ക്കും സാധനങ്ങൾ, ഈ കമ്മൽ, അത് അമ്മയ്ക്ക് ഈ വക സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കരി, പൊട്ട്, ചാന്ത് എന്നൊക്കെ പറയും പോലെ അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു കല്യാണം വരുമ്പോഴോ അല്ലെങ്കിൽ എന്താണ് ദൂരയാത്ര പോകുമ്പോഴും ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കല്യാണത്തിന് ഇപ്പൊ അടുത്തറിയുന്നവരുടെ കല്യാണത്തിനാണെങ്കിൽ ഒരു കമ്മലും എടുക്കും, ഒരു മാല ചിലപ്പോൾ ഓൾറെഡി ഉണ്ടായിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു മാല എടുക്കും, ഒരു വള എടുക്കും, ഒരു പൂവെത്തുന്ന സ്ലൈഡ്. ഇതാണ് എന്റെ പരിപാടി. അല്ലാതെയുള്ള അഡീഷണൽ പരിപാടികളൊന്നുമില്ല. ബാഗൊക്കെ വർഷത്തിൽ ഒരിക്കുക, അതിനൊക്കെ അങ്ങ് ഇപ്പോഴുള്ള ബാഗൊക്കെ അങ്ങ് ചത്തെന്നോളം പറയാം. ഇനി ഒരു ബാഗ് എന്തായാലും വാങ്ങിക്കണം. അപ്പൊ ഓരോരോ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും വാങ്ങിക്കാതിരിക്കുന്നത്. അതിനൊക്കെ എന്ത് ചെയ്യും, കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഈ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളത് കൊണ്ട് പിന്നെ ഉള്ള പൈസ സ്വരൂപിച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അമ്മ സെക്ഷൻ 2 ആയിട്ടാണ് എനിക്ക് സാധനങ്ങളൊക്കെ കാണിച്ചു തന്നത്. പിന്നെ ഞാൻ കുളിച്ച് റെഡി ആയതിനു ശേഷം മോനൂട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മോനോട്ട് വരണതിന് മുമ്പ് ഞാൻ കുളിച്ചില്ലാന്ന് തുടങ്ങി. നേരെ ചോദിച്ചു സോപ്പ് വെച്ച് പോലും കുളിക്കാൻ നിർബന്ധിക്കത്തില്ല, കാരണം അത്രയ്ക്ക് ബഹളമായിരിക്കും അമ്മ 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 എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ മോനോട്ടന്റെ ബസ് വന്നു. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനായിരിക്കും വന്ന് വിളിക്കണതെന്ന്. അങ്ങനെ എന്നോട് ചോദിച്ചു അമ്മ ജോലിക്ക് പോണില്ലേ. ഞാൻ ജോലിക്ക് പോകണമെന്ന് തന്നെ പറഞ്ഞത്, കാരണം നേരത്തെ വരൂ എന്ന് പറയും, അല്ലാതെ അവരുടെ ക്ലാസ്സിന് പോണില്ല എന്ന് പറയും. അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകും നേരത്തെ വരൂ എന്ന് പറഞ്ഞത്. മിക്കപ്പോഴും അവൻ കഴിഞ്ഞ മാസമൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു, വെക്കേഷൻ സമയത്ത് അമ്മ ഇവിടെ നിൽക്കുമോ, അമ്മ പോകണ്ട, അമ്മ ജോലിക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചായിരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഈ മാരേജ് സീസൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ലീവൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. ജോലിക്ക് പോയില്ല, അമ്മയ്ക്ക് ഇന്ന് വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അങ്ങനെ ഒന്നും പോയില്ല. അമ്മ നാളെ പോവും. ഇപ്പൊ പോണില്ല, ഇനി പോണില്ല. നാളെ ആയില്ല, ഇനി സമയമുണ്ടല്ലോ. അസൂട്ട് ചോറൊക്കെ കഴിച്ചാ? തന്നെ ഫുള്ള് കഴിച്ചാ? ഉറങ്ങിയ ബസ്സിൽ ഇരുന്ന്? ഉറങ്ങിയില്ലേ? പിന്നെ എന്തൊക്കെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങള്? ഉറക്കം വന്നോണ്ടിരിക്കണാടി, വിശക്കണോ ഇപ്പം? നമുക്ക് കുളിച്ചിട്ട് ഉറങ്ങാം. അങ്ങനെ വീട്ടിൽ വന്ന് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഞാൻ ചായ ഇട്ട് ഞാനും അമ്മയും ചായ കുടിച്ചു. സ്നാക്സ് ആയിട്ട് കപ്പലണ്ടിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം വലുതായിട്ട് കപ്പലണ്ടി വലുതായിട്ട് കഴിക്കുമ്പോഴത്തേക്കും മോക്കൂര് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ കഴിക്കാറൊന്നുമില്ല. അങ്ങനെ ചായയൊക്കെ ഇട്ട് കുടിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം മോനൂട്ടൻ്റെ ബാഗിൽ നിന്ന് ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും എല്ലാം ഞാൻ എടുത്ത് വെച്ചു കഴുകാൻ വേണ്ടിയിട്ട്. സാധാരണ അമ്മയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്, സാധാരണ എല്ലാം അമ്മയാണ് ചെയ്യുന്നത്. അമ്മ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ്റെ ഡ്രസ്സും കഴുകിയിടും, അവൻ്റെ ലഞ്ച് ബോക്സും എല്ലാ പാത്രങ്ങളും കഴുകി വെക്കും കേട്ടോ. വാട്ടർ ബോട്ടിലാണെങ്കിൽ എല്ലാം അപ്പോഴേ തന്നെ അങ്ങ് കഴുകി വെക്കും. പക്ഷെ ഞാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്, ഞാൻ പിന്നീടൊക്കെ ഇത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പക്ഷെ അമ്മ അപ്പോഴെപ്പോഴും തന്നെ എല്ലാം ചെയ്യും. ഞാൻ സ്കൂളിലായിരിക്കുന്ന സമയം എല്ലാം അപ്പോഴൊന്നും ഞാൻ ചെയ്യത്തില്ല, ഞാൻ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ചെയ്യുന്നത് കേട്ടോ. ഇടയ്ക്കിന് ഇത് നല്ലതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു യൂണിഫോമിൽ അപ്പോഴും കറ വരുന്നു, നമ്മൾ ആഹാരം കഴിച്ചപ്പോൾ എന്തെങ്കിലും പറ്റി എങ്കിൽ കൈ ഉടനെ തന്നെ മറ്റേ യൂണിഫോം എടുത്ത് ഇട്ടുകൊണ്ട് നമുക്ക് പോവാം. അപ്പോൾ ഒരു കണക്കിന് ഇതൊക്കെയാണ് നല്ലത് കേട്ടോ, നല്ല ശീലങ്ങളാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും പരിപാടികൾ ചെയ്യുന്നത്. അങ്ങനെ അമ്മ എന്നോട് പറഞ്ഞു കൈ ഉടനെ തന്നെ യൂണിഫോം കൂടെ അങ്ങ് കഴുകിയിട്ടേരെ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ നേരെ യൂണിഫോം കഴുകാൻ വേണ്ടിയിട്ട് വന്നു. മോനൂട്ടനെ എണ്ണ തേപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. മോനൂട്ടന് ചെറിയൊരു സ്കിൻ അലർജി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു ഓയിൽ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ തേച്ച് നിർത്തിയൊക്കെയാണ്. ഇനിയിപ്പം മോനൂട്ടനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ തുണി കഴുകി ഇട്ട് വിരിച്ചതിന് ശേഷം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. കാരണം അത്രയും നേരം ദേഹത്ത് നന്നായിട്ട് ആ എണ്ണ പിടിക്കും, ഒരു അരമണിക്കൂറോളം ആ എണ്ണ കിടക്കും കേട്ടോ. അങ്ങനെ ഞാൻ മോനൂട്ടനെ പിന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഡ്രസ്സൊക്കെ കഴുകി ഇട്ടതിന് ശേഷം ഇവിടെ നിന്നാണ് സാധാരണ മോനൂട്ടനെ കുളിപ്പിക്കാറ്.
മറ്റേ സൈഡ് അപ്പുറത്തെ സൈഡിൽ നിന്ന് കുളിപ്പിക്കും, ഇപ്പുറത്ത് നിന്ന് കുളിപ്പിക്കും കേട്ടോ. ഇതാകുമ്പോൾ കുറച്ചും കൂടെ യഥമാണ്. അങ്ങനെ പിന്നെ ഇപ്പം ഇങ്ങനെ തോർത്തൊക്കെ കൊടുത്ത് നിന്ന് കുളിപ്പിക്കണത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ അറിയായിരിക്കും, കുറേ പേർക്ക് അറിയായിരിക്കും. നമുക്ക് അങ്ങനെ കുട്ടികളുടെ ഡ്രസ്സൊന്നും ഇടാതെ നമുക്ക് വീഡിയോ എടുത്തുകൂടാ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തോർത്തൊക്കെ ഉടുത്ത് നിർത്തി കുളിപ്പിച്ചത് കേട്ടോ. അപ്പോൾ മോനോടനെ അതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പം കണ്ടിന്യൂ ആയിട്ട് ചെയ്തോണ്ടിരുന്നായിരുന്നു ഇപ്പം ഈ തോർത്തൊക്കെ വേറെ എവിടെയെങ്കിലും കിടന്നേനെ. പിന്നെ മോനോടൊരു ഇച്ചിരി ഒരു നാണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. പോരാത്തതിന് എന്നോട് ഒത്തിരി വിശ്വാസക്കുറവുണ്ട് കേട്ടോ. ഞാൻ ഇതെങ്ങനെ യൂട്യൂബിൽ പിടിച്ചിട്ടാലോ എന്നാണ് കക്ഷി ചോദിക്കുന്നത്. അതുകൊണ്ട് ക്യാമറയുടെ മുമ്പ് തോർത്തൊന്നും ഇല്ലാതൊന്നും കുളിക്കത്തില്ല ആള്. മോനോടൊരു ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് മുഖത്ത് തൊണ്ടത്. സോപ്പിട്ട് മുഖത്ത് തൊണ്ടത് ഒട്ടും ഇഷ്ടമല്ല. ഭദ്രകാളി ശൂലവും കൊണ്ട് നിൽക്കുമ്പോൾ ആ അമ്മക്ക് തോട്ടയും കൊണ്ട് നിൽക്കുകയാണ്. ചക്ക അടക്കാന്ന് പറഞ്ഞ് അങ്ങനെ ചക്ക അടക്കാൻ വേണ്ടിയിട്ട് തോട്ടം എടുത്തത് കേട്ടോ. എന്നിട്ട് നമ്മളവിടെ പറയുകയും ചെയ്ത് ചക്ക അടക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഹൈറ്റ് കുറഞ്ഞ് ചക്ക അടക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് എന്തിന് തോട്ടയെന്ന്. സംഗതി ഹൈറ്റുള്ള ചക്ക അടക്കാൻ വേണ്ടിയിട്ട് കൂടെ പ്ലാൻ ഉണ്ടായിരുന്നു. ചക്ക ഉരുണ്ട് നേരെ പോയി ആ കല്ലിന്റെ മണ്ടയിലാണ് ഇരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ചിരിക്കുകയും ചെയ്തത്. സംഗതി കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ എന്ന്. അക്കരെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചക്കയും കൂടെ അടക്കാന്ന് വിചാരിച്ച് എല്ലാ ചക്കയും വിളങ്ങി നിൽക്കുകയാണ്. അപ്പൊ പിന്നെ നിന്ന് പഴയ പോണേക്കാൻ നല്ലത് ആരുടെങ്കിലും വയറ്റിലോട്ട് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അമ്മ ചക്ക അടക്കാൻ വേണ്ടിയിട്ട് നിന്നത്. കഴിഞ്ഞ ഒരു ചക്കയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും നന്നായിട്ട് കണ്ടു, നല്ലപോലെ വൈറലായി. അപ്പൊ അതൊരു ഷോർട്സ് ആയിരുന്നു കേട്ടോ. ഇതിപ്പോ ഷോർട്സ് ഒന്നും ഇടുന്നില്ല, കറക്റ്റ് ഞാൻ ഒരു വ്ലോഗിന് വേണ്ടിയിട്ട് എടുക്കാന്ന് വിചാരിച്ചതേ ഉള്ളൂ. പിന്നെ അങ്ങനെ 2 ചക്ക അടത്തിട്ടിടും. ഇതിനിപ്പോ വൈകുന്നേരം നമുക്ക് ഞാനും മോനോടനും കൂടെ അക്കരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാന്ന് വിചാരിച്ചു. അത് ഏട്ടന്റെ കുടുംബ വീടാണ് കേട്ടോ. അപ്പൊ ആർക്കൂടാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. മാമനും മാമിയൊക്കെ ഉണ്ട് അവിടെ, അനിയനുണ്ട്, അനിയന്റെ വൈഫുണ്ട്. അങ്ങനെ ഞാനും മോനോടനും കൂടെ കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. സ്കൂട്ടിയിലാണ് കേട്ടോ പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും പൂപ്പി അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പൂപ്പി അഴിച്ചു വിട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് അകത്തേറാൻ പറ്റില്ല. ശ്രുതി ഉണ്ടായിരുന്നു, അതായത് അനിയത്തി ഉണ്ടായിരുന്നു. പക്ഷെ അനിയത്തിക്ക് പിടിക്കാൻ പറ്റൂല അവനെ. അതുകൊണ്ട് പറഞ്ഞ് മാമി ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പട്ടിക്കുട്ടിയെ പിടിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കുറച്ചു നേരം താഴെ വീട്ടിലൊക്കെ പോയിരുന്നിട്ട് മാമി വന്നപ്പോഴാണ് നമ്മൾ വന്നത് കേട്ടോ. അങ്ങനെ പട്ടിക്കുട്ടിയൊക്കെ പിടിച്ച് പൂപ്പിയെ പിടിച്ച് അകത്ത് ഇട്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ അകത്ത് കയറി, അല്ലെങ്കിൽ നമ്മളെ കടിച്ച് കയറി കൊന്നേനെ. പിന്നെ നമ്മൾ കുറച്ചു നേരം അവിടെയൊക്കെ ഇരുന്നു, കട്ടനൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ഇറങ്ങി. ഞാനും മോനോടനും കൂടെ ഇറങ്ങി കേട്ടോ. ഇനി 8 മണിയൊക്കെ ആയി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക്. പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. മോനോട് ഫോൺ കാണായിരുന്നു, അതുകൊണ്ട് എനിക്ക് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ തിരിച്ചിങ്ങ് വീട്ടിലോട്ട് വന്നു. അമ്മ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അമ്മ ഇവിടെ ഇരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എൻ്റെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് കടന്നുപോയി കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.